ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം സ്വാശ്രയത്വത്തിനുള്ള മാർഗം മാത്രമല്ല, രാഷ്ട്ര വികസനത്തിനുള്ള പ്രചോദനം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി രാജ്യത്തെ സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 121 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. രാജ്യത്ത് 12 ഇടങ്ങളിൽ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചു. കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം. കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം സ്വാശ്രയത്വത്തിനുള്ള മാർഗം മാത്രമല്ല, സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വികസനത്തിന് പ്രചോദനം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ കുമവോൺ സർവകലാശാലയുടെ 20ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും യുവാക്കൾക്കായി സർക്കാർ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഗവേഷണം, നവീകരണം, സംരംഭകത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധമാവണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. सरकार द्वारा उठाए गए कदमों से युवाओं के लिए अनेक अवसर उपलब्ध हो रहा है। उच्च शिक्षण संस्थाओं द्वारा युवाओं को प्रोत्साहित देने के लिए सभी आवश्यक कदम उठाए जाने चाहिए, जिससे वे उन अवसरों का समुचित उपयोग कर सकते हैं. देश में रिसर्च, इनोवेशन और एंटरप्रेन्योरशिप का बढ़ावा देना महत्वपूर्ण है. 2 ലക്ഷത്തോളം രോഗികൾക്ക് ഹൃദയവാൽവ് ശസ്ത്രക്രിയ നടത്തിയ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി രാജ്യത്തെ സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും സ്റ്റാർട്ടപ്പ് കമ്പനികളും വികസിപ്പിച്ചെടുത്ത മെഡിക്കൽ ഉപകരണങ്ങളുടെ പ്രദർശനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ ചിത്രയിലെ നൂതന ആശയ സംരംഭങ്ങൾക്ക് മെഡിക്കൽ മേഖലയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഛത്തീസ്ഗഡ് സന്ദർശിക്കും. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് റായ്പൂരിലെത്തുന്ന ഉപരാഷ്ട്രപതി നാളെ നവറായ്പൂരിലും രാജ് നന്ദ്ഗാവിലും നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കും. ഛത്തീസ്ഗഡ് രൂപീകരണത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായ രജത് മഹോത്സവ ആഘോഷങ്ങളിലും അദ്ദേഹം സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഛത്തീസ്ഗഡ് സന്ദർശനമാണിത്. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 18 ജില്ലകളിലെ 121 നിയമസഭാ മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. BJP, ജനതാദൾ യുണൈറ്റഡ്, രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഇന്ന് നിരവധി പ്രചാരണ റാലികളിൽ സംസാരിച്ചു. ദർഭംഗയിൽ നടന്ന റാലിയെ മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ അഭിസംബോധന ചെയ്തു. ദർഭംഗയിലെ BJP സ്ഥാനാർത്ഥിക്കായി BJP നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് പ്രചാരണം നടത്തി. ജനതാദൾ യുണൈറ്റഡ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ത്രിവേണിഗഞ്ചിൽ റാലിയെ അഭിസംബോധന ചെയ്തു. മഹാഗത്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവ് പറ്റ്നയിൽ പ്രചാരണം നടത്തി. മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് പരിപാടിയുടെ ഭാഗമായി BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബീഹാറിലെ സ്ത്രീകളുമായി സംവദിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വൻ വിജയം നേടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്ത് രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രണ്ടാംഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൽ BLOമാർ വീടുകളിൽ നേരിട്ടെത്തി എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തു തുടങ്ങി. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. 12 ഇടങ്ങളിലായി ഏകദേശം 51 കോടി വോട്ടർമാരാണ് ഉള്ളത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 4-നാണ്. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8-ന് മുൻപ് സമർപ്പിക്കണം. ജനുവരി 9 മുതൽ ജനുവരി 31 വരെ ഇതിന്മേലുള്ള പരിശോധന നടക്കും. അന്തിമ വോട്ടർ പട്ടിക
ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. 2003 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ അധിക രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ഉൾപ്പെടെ യോഗ്യതയില്ലാത്ത പേരുകൾ നീക്കം ചെയ്യുമ്പോൾ യോഗ്യരായ ഒരു പൗരനെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ നാളെ കൂടി അവസരം. കഴിഞ്ഞ മാസം 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കിഫ്ബി കേരളത്തിൽ വികസന കുതിപ്പ് കൊണ്ടുവന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഫ്ബിയുടെ പ്രസക്തി ഗൌരവപൂർവ്വം ആലോചിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി സ്മരണികയും മലയാള മാസികയും ബോട്ട് സോഫ്റ്റ്വെയറും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പദ്ധതി നിർവഹണ ഏജൻസികൾ, കരാറുകാർ, മത്സര വിജയികൾ തുടങ്ങിയവർക്കുള്ള പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺസറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസ സമാധാന പദ്ധതി മേഖലയിൽ ശാശ്വത പരിഹാരത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം ദൃഢമാണെന്നും പരീക്ഷണ സമയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും ഇസ്രായേലും തീവ്രവാദ ഭീഷണി നേരിടുന്നതായും തീവ്രവാദത്തെ നേരിടേണ്ടത് ഇരു രാജ്യങ്ങളുടെയും അനിവാര്യതയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. India and Israel have a strategic partnership. We have stood together in testing times, and we have created a relationship with a very high degree of trust and of reliability. Our two nations face a particular challenge from terrorism. It is essential that we work towards ensuring a global approach of zero tolerance towards terrorism in all its forms and manifestations. ഫിഷറീസ് മേഖല വികസനത്തിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് കോർപ്പറേഷൻ ന്യൂ സെൻട്രൽ മാർക്കറ്റിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും മാർക്കറ്റുകളുടെയും വികസനത്തിൽ കേരളം മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് ജനതാദൾ യുണൈറ്റഡ് നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ എന്ന ലല്ലൻ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. പറ്റ്ന ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത്. നിരീക്ഷണ സംഘം വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തത്. മെലിസ ചുഴലിക്കാറ്റ് ബാധിച്ച ജമൈക്കയ്ക്കും ക്യൂബയ്ക്കും സഹായം കൈമാറി ഇന്ത്യ. ന്യൂഡൽഹിയിൽ ഇരു രാജ്യങ്ങൾക്കുമായി ഏകദേശം 20 ടൺ സാധനങ്ങൾ വീതമാണ് ഇന്ന് അയച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം വഴി സഹായങ്ങൾ എത്തിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ, ഭക്ഷണം, നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഇന്ത്യ കൈമാറി. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ ഇന്ത്യ ഗ്ലോബൽ സൌത്ത് പങ്കാളികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 4:30 ഓൺലൈനായാണ് യോഗം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഔദ്യോഗിക സന്ദർശനത്തിനായി ലണ്ടനിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുകയും പ്രധാന മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയും സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറഞ്ഞു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി 75.31 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പാചക തൊഴിലാളികളുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുക അനുവദിച്ചത്. കാട്ടാക്കട ജംഗ്ഷൻ വികസനവും റിംഗ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുന്നതിന് 19.65 കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസം സ്വാശ്രയത്തിനുള്ള മാർഗം മാത്രമല്ല, രാഷ്ട്ര വികസനത്തിനുള്ള പ്രചോദനം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി രാജ്യത്തെ സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രചോദനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബീഹാറിൽ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 121 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. രാജ്യത്ത് 12 ഇടങ്ങളിൽ 2ാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചു. കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം. കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.